ഹായ് കൂട്ടുകാരെ. അങ്ങനെ ഒരു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റ് എൻ്റെ അടുത്ത് ഇതുപോലുള്ള ചില കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള ഒളിച്ചുകളിയും പാട്ടും ഡാൻസും ഒക്കെയാണ് രണ്ടുപേരും കേട്ടോ. ഇതുപോലെ എൻ്റെ നെറ്റിയിൽ ഒരു പൊട്ടിരിക്കുന്നത് കണ്ട് ആ പൊട്ടെടുക്കാൻ വേണ്ടിയിട്ട് പൂമ്പാറ്റപ്പെണ്ണ് പിറകെ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റപ്പെണ്ണ് ശ്രമിക്കുന്നുണ്ട്. അത് എടുത്തെടുത്ത് കളിക്കുകയാണ് രണ്ടുപേരും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവർക്കതൊരു രസമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ രണ്ടുപേരും ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഉമ്മ തരും. അങ്ങനെ കുറച്ച് സമയത്ത് നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടുപേർക്കും നല്ല വിശപ്പടിച്ചു കേട്ടോ. അപ്പം വൈകുന്നേരം ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയോ അല്ലെങ്കിൽ ആപ്പിള് ആവിയിൽ വേവിച്ചിട്ടോ ഇതുപോലെ കപ്പപ്പഴമോ ഒക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് സ്നാക്സ് ഇങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത ശേഷമാണ് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും കൊടുക്കുന്നത് കേട്ടോ. അവർ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് വിശപ്പാവും കേട്ടോ. അപ്പം കുഞ്ഞാറ്റപ്പന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നപ്പോൾ തന്നെ രണ്ടുപേരുടെ കയ്യിൽ ഞാൻ പഴം കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പഴം തിരിച്ച് വാങ്ങിച്ചതിനാണ് അവൾക്ക് തന്നെ സ്വന്തമായിട്ട് കഴിക്കണം കേട്ടോ. അത് ഞാൻ വയ്ക്കുമ്പോഴേക്കും പിടിച്ച് വാങ്ങുന്നുണ്ട്. എന്നാൽ കൂടി അത് കൈ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണും ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തില്ല. അങ്ങനെ രണ്ടുപേർക്കും കുറേശ്ശെയായിട്ട് കൊടുക്കുകയാണ്. പക്ഷെ രണ്ടുപേർക്കും ഈ ഒരു പഴം ഇഷ്ടമാണ്. നമ്മളങ്ങനെ അമിതമായിട്ട് കൊടുക്കാറില്ലെങ്കിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കപ്പപ്പഴമൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. പക്ഷേ കൈ ഇരിക്കുന്ന പഴം മാത്രം എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ തന്നെ സ്വന്തമായിട്ട് കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ സമ്മതിക്കത്തില്ല. കാരണം ചെറുതായിട്ട് കടിക്കുമ്പോൾ തന്നെ വലിയ പീസായിട്ട് വായിക്കകത്തേക്കൊക്കെ പോവും. പിന്നെ പഴത്തിൻ്റെ ഇത് പെട്ടെന്ന് ഇങ്ങനെ വരുമല്ലോ കയ്യിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തറയിൽ കിടന്ന് നിരങ്ങി കരയുവിനൊന്നും കഴിക്കത്തൊന്നുമില്ല. കുറച്ച് സമയത്തേക്ക് അതിനെ കൈ പിടിപ്പിച്ചില്ല. അതിൻ്റെ സന്തോഷത്തിൽ എന്നെ നോക്കി ഓരോന്നൊക്കെ കാണിക്കുകയാണ്. അത് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അത് രണ്ടുപേരും നിർബന്ധം പിടിച്ചിരിക്കുമ്പോൾ നല്ല കരച്ചിലാണെങ്കിലും അവർ നിർബന്ധം പിടിക്കുന്ന സാധനം കൊടുത്താൽ ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. അങ്ങനെ എല്ലാ നിർബന്ധത്തിനും നമ്മൾ വഴങ്ങാറില്ലെങ്കിലും ഇതൊക്കെ കുറച്ച് സമയത്തുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ടും പഴമൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തലയൊക്കെ ആട്ടി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ തലയൊക്കെ ആട്ടി ഇങ്ങനെ വായിൽ നിന്ന് ചെറിയ ചെറിയ സൗണ്ടൊക്കെ പാട്ടൊക്കെ പാടുന്ന രീതിയിലുള്ള സൗണ്ടൊക്കെ കേൾപ്പിച്ചൊക്കെയാണ് രണ്ടുപേരും ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ രണ്ടും പാപ്പമൊക്കെ കഴിച്ച സമയം പിന്നെ അവരുടെ പാവക്കുട്ടി എടുത്ത് കുറച്ച് സമയം ഇങ്ങനെ കളിക്കും കേട്ടോ. പിന്നെ കഥ അടയ്ക്കാനും തുറയ്ക്കാനും കുറ്റിയിടാനൊക്കെ ഇങ്ങനെ അറിയാം രണ്ടുപേർക്കും. പിന്നെ തന്നെ സോഫയിൽ കയറാനും ഇറങ്ങാനും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് സോഫയിൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ഞാൻ അടുത്തിരിക്കും കേട്ടോ. കാരണം തിരിച്ച് ഹൈറ്റ് കുറവാണെങ്കിൽ കൂടി തിരികെയൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ടല്ലോ, ഇനി വന്ന് തലയൊക്കെ ഇടിക്കണം. അപ്പം എപ്പോഴും കൂടെ നിൽക്കും. അവരെ ഹൈറ്റിനുള്ള ചെറിയ സോഫയാണ്. അങ്ങനെ രണ്ടുപേരും കയറിയൊക്കെ ഇരുന്ന് അപ്പോഴേക്കും വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ഗ്യാസൊക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ ഗ്യാസ് വരാൻ കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ അടുപ്പിൽ തന്നെയാണ് വേവിക്കുന്നത്. അങ്ങനെ അടുപ്പിൽ വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛന് വേണ്ടിയുള്ള തേയിലുള്ളതൊക്കെ ഇട്ട് വെച്ചു. പിന്നെ മോർണിംഗ് അധികം കറിയൊന്നും ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ നൈറ്റിലേക്ക് വേണ്ടി തക്കാളി രസം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു തക്കാളി രസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായവും എല്ലാം ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു രസം തന്നെയാണ്. കുറച്ച് ഉലുവാപ്പൊടിയും കടുകും കരിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്തിട്ടുള്ള നല്ല അടിപൊളി രസമായിരുന്നു കേട്ടോ. അങ്ങനെ രസമൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. ഓക്കെ, എന്തായാലും അങ്ങനെ വീട്ടിൽ അച്ഛന് രസമൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ രാത്രിത്തേക്ക് വേണ്ടിയുള്ള രസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചു. ഉണ്ടാക്കി വന്നപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് രാത്രി ഇപ്പം വിഴുക്കുവരട്ടി കൂട്ടി ചോറ് കൊടുക്കാമെന്ന് കരുതി വെണ്ടയ്ക്കയും സവാളയും എല്ലാം ചേർത്തിട്ടുള്ള നല്ല മുരിച്ചെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ഞാൻ രസമൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം വൈകുന്നേരം തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് ഉറക്കാനൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്ന ശേഷമാണ് പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ തയ്യാറാക്കി കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് രാത്രി ആയപ്പോഴേക്കും രണ്ടുപേർക്കും ചോറും ഒരു മുട്ട പൊരിച്ചതും പപ്പടവും വെണ്ടയ്ക്കയുടെ വിഴുക്കുവരട്ടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും ഇഷ്ടം പപ്പടമാണ്. പപ്പടത്തിൻ്റെ ആളുകളാണ് രണ്ടുപേരും. അങ്ങനെ പപ്പടമൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ചേട്ടൻ വന്ന് കുറച്ച് സമയം നമ്മുടെ മുറ്റത്തൊക്കെ കൊണ്ട് നിർത്തിയിരുന്നു കേട്ടോ. അവിടെ പുതിയതായിട്ട് റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റോസാപ്പൂ അച്ഛനും മോളും കൂടെ പോയി പിച്ചിക്കൊണ്ട് വന്നതാണ് കേട്ടോ.
അതിനകത്ത് വണ്ടും പുഴുക്കളൊക്കെ കൊണ്ട് അധികം സമയമൊന്നും കൊടുത്തില്ല, കുറച്ച് സമയം ഇങ്ങനെ കൈ പിടിക്കാൻ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ചോറൊക്കെ അടുക്കളയിൽ വെന്തിട്ടുണ്ട്, ചേട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ്. അങ്ങനെ ചോറും അവിയലും ഒക്കെ അടുക്കളയിൽ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം വെന്ത് റെഡി ആവാറായപ്പോഴേക്കും ഞാൻ കുഞ്ഞുങ്ങളായിട്ട്, അപ്പം കുഞ്ഞുങ്ങൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവരെ കൊണ്ട് താഴേക്ക് വന്നു. താഴേക്ക് വന്ന സമയത്ത് രണ്ടുപേർക്കും ഓരോ ബിസ്ക്കറ്റ് വാപ്പും കൈ കൊടുത്തു കേട്ടോ. ആ ബിസ്ക്കറ്റ് വാപ്പ കൊടുത്തപ്പോഴത്തേനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഒരാൾക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര സ്നേഹം രണ്ടുപേരും തമ്മിൽ കേട്ടോ. അങ്ങനെ കുറച്ച് സമയം സ്നേഹം കണ്ടില്ലേ, കുഞ്ഞാറ്റപ്പെണ്ണ് പൂമ്പാറ്റപ്പെണ്ണ് കൊടുക്കുന്നു, പൂമ്പാറ്റപ്പെണ്ണ് കുഞ്ഞാറ്റപ്പെണ്ണ് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് രണ്ടുപേർക്കും വേണ്ടുന്ന രീതിയിലായപ്പോഴേക്കും ഒരെണ്ണെടുത്ത് ഒരാൾ താഴെ ഇടുന്നു കേട്ടോ. ഇത് കുറച്ച് സമയത്ത് പരിപാടികളാണ്, പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ചേട്ടന് ഡ്യൂട്ടിക്ക് ആയതുള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ നേരത്തെ തന്നെ ചോറ് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ഫുള്ള് ചോറ് വെന്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് വേവിക്കാൻ വേണ്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഒരു സൈഡിൽ കൂടെ അവരുടെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ചേട്ടൻ ഇപ്പോഴേക്കും കുറുക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിലായതുകൊണ്ട് തന്നെ രണ്ടടുപ്പ് കത്തിച്ചിട്ടായിരുന്നു, അതുകൊണ്ട് കുറുക്ക് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വന്ന് ചോറൊക്കെ നോക്കിയ സമയത്ത് ചോറ് വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഓൾറെഡി തന്നെ ചേട്ടന് വേണ്ടിയിട്ടുള്ള ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടി പൊതി കെട്ടാനുള്ള ഇലയൊക്കെ ചേട്ടൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഇലയൊക്കെ അങ്ങനെ വാട്ടിയൊക്കെ എടുത്തു ചോറ് പൊതിയാൻ വേണ്ടി. പിന്നെ ഇന്ന് അധികം കറിയൊന്നുമില്ല, അവിയലും ചമ്മന്തിയും രസവും അങ്ങനെ. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു, പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഇന്നത്തെ കറി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മീൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇന്ന്. പിന്നെ അടുപ്പിലായതുകൊണ്ട് എല്ലാം വെന്ത് കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ, രാവിലെ എഴുന്നേൽക്കാൻ കൂടി വേണം. കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ ഇപ്പം ഒരുപാട് നിർബന്ധം കൂടി വരുവാണ്. നേരത്തേക്ക് ഒരു 9:30 സമയമാകുമ്പോഴത്തേക്കും രണ്ടുപേരും കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പം രാത്രി ഉറക്കമില്ല, 10-12 മണി സമയം കഴിഞ്ഞാലും രണ്ടുപേരും ഇങ്ങനെ ഉണർന്നിന്ന് കളിച്ച് നിലവിളിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നമ്മൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു, രണ്ടുപേരും നല്ല വാശിയിലായിരുന്നു. ചേട്ടനും ഉറക്കം കിട്ടിയില്ല, എനിക്കും ഉറക്കം കിട്ടിയില്ല. അങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്ന ശേഷം രണ്ടുപേരും കൂടെ പിന്നെ അലറി കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ എടുത്തോട്ട് നടന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഉറങ്ങി കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേർക്കും ഇപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതിന് ഭയങ്കര ക്ഷീണമായിരിക്കും. എന്നിട്ടും ചേട്ടൻ രാവിലെ എഴുന്നേൽക്കും കേട്ടോ. ഞാൻ ഈ പാലൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ബോഡിക്കൊക്കെ ഒരുമാതിരി പെയിനൊക്കെയാണ് കേട്ടോ, മൊത്തത്തിൽ ഒരു ടയേർഡാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി താമസമൊക്കെ പിടിക്കും, ഗ്യാസും കൂടി ഇല്ലെങ്കിൽ കേട്ടോ. കുറച്ച് ലേറ്റായിട്ടൊക്കെ അതിനിടയിൽ തന്നെ ഞാൻ ചായയൊക്കെ ഇട്ടു, എന്നെ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ട ഇലയെല്ലാം വാട്ടി വെച്ചു. അപ്പോഴേക്കും മക്കൾ അപ്പം പല്ല് തേക്കുന്നിടത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പല്ലും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ പല്ല് തേച്ചതാന്നുള്ള രീതിയിലൊക്കെ വന്ന് നിൽക്കുകയാണ്. അത് ഇങ്ങനെ ചുറ്റും കറങ്ങി കിടക്കും. പിന്നെ ബാരിക്കേഡ് പോലെ എപ്പോഴും കസേരകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും മുകളിലേക്കൊക്കെ കയറി പോകും. പിന്നെ എപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങും നിർത്താറില്ല, ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ ചേട്ടനാ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെ ആരെങ്കിലുമൊക്കെ അടുത്ത് കാണും കേട്ടോ. അങ്ങനെ തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ എവിടെ നിർത്തിയാലും അങ്ങനെ തന്നെയാണ്, അവരെ തനിച്ച് എങ്ങും ആക്കി നമ്മൾ മാറാറില്ല കേട്ടോ. എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ അവരുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ചേട്ടൻ വന്ന് തന്നെ വഴക്ക് പറയുകയാണ്. അവിയലിനകത്ത് കുറേ മുരിങ്ങക്കോലും കുറേ വാരി ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടെ ചേർത്ത് കുറേ കറി വാരി ഇട്ടതിനും തിരിച്ചെന്നെടുത്ത് പറയും, ഇത്രയൊക്കെ എന്തിനാ അടിച്ചു കോരി വയ്ക്കുന്നത്, തിരിച്ചിടൂ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പൊടിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ രണ്ടുപേരും അടുക്കളയിലേക്ക് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോയിരുന്നു. അച്ഛൻ ഷർട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ മക്കളെപ്പോഴും അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ കൊണ്ട് താത്ത് വയ്ക്കാൻ നേരത്തില്ല, വടി കണക്കങ്ങ് നിൽക്കും, എടുത്തേ പറ്റൂ എന്നുള്ള രീതി. പിന്നെ രണ്ടുപേരെ എടുത്ത് ഇളി വെച്ചുകൊണ്ട് അന്ന് നിൽക്കുകയാണ്, ഒരു രീതിയിൽ ഇറങ്ങത്തില്ല. കാരണം അവർക്കും ടാറ്റ പോകണം അച്ഛൻ്റെ കൂടെ. ഇപ്പം അറിയാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ഒരു സമയം അച്ഛൻ ഷർട്ടിട്ട് കഴിഞ്ഞാൽ പോവും. പിന്നെ അച്ഛൻ വീട്ടിലുള്ള ദിവസം ഭയങ്കര സന്തോഷമാണ് കേട്ടോ രണ്ടുപേർക്കും. ചേട്ടൻ എടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അന്ന് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ ഇരിക്കുകയാണെങ്കിൽ അന്ന് രണ്ടുപേരും അച്ഛൻ്റെ മുകളിൽ കയറുന്ന ചാട്ടവും ഇടിയും കളിയൊക്കെയാണ് കേട്ടോ. അത് അവർക്ക് ഒരു സന്തോഷം. കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ സന്തോഷം പ്രകടിപ്പിക്കും, നമ്മളെ നുള്ളിപ്പിച്ചും ചെറിയ രീതി അടിച്ചും ഉമ്മ വെച്ചും, അതൊക്കെയാണ് അവരുടെ ഫീലിങ്സ് നമ്മളിലേക്ക് പ്രകടിപ്പിക്കുന്ന രീതി, ആ രീതിയാണ്. പിന്നെ ചില സമയത്ത് എനിക്കിപ്പം രണ്ടുപേരും വീടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചവിട്ടും ഇടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ.
നല്ല രീതിയിൽ തന്നെ ചിലപ്പം മുഖത്തൊക്കെ നല്ല ഇടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അത് വേദന എടുക്കാറുണ്ട്. കൂടി അതൊക്കെ കുഞ്ഞുങ്ങളുടെ നമുക്കപ്പം തിരിച്ചൊന്നും ചെയ്യാൻ പറ്റും. തീരെ പൊടി കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ലേ? അത് നമ്മളെല്ലാം മനസ്സിലാക്കി വേണം പോകാൻ. കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിൽ കാണിക്കുന്നതായിട്ടുള്ള കുരുത്തക്കേടുകളൊക്കെയാണത്. അങ്ങനെ ചേട്ടൻ പോകാറായപ്പോഴത്തേക്കും കറക്റ്റായിട്ട് സോഫയിൽ നിന്ന് എൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു. സോഫയിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് പോയി ടാറ്റ പറയുകയാണ് കേട്ടോ. അപ്പം പൂമ്പറ്റപ്പെണ്ണ് കുഞ്ഞാറ്റപ്പെണ്ണെ വിളിക്കുകയാണ് കേട്ടോ. അച്ഛൻ പോകുന്നു, നീ വരുന്നില്ലേ, അച്ഛന് ടാറ്റ കൊടുക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛനും തിരിച്ച് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടു. പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്ത് ഈ മഴയൊക്കെ ആവണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പോകുന്നതായിക്കോട്ടെ എല്ലാം. അങ്ങനെ രണ്ടുപേരും കൂടെ വന്നിരുന്നു. പിന്നെ ചോറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പടമൊക്കെ പൊരിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി ഊറ്റി അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വേവാൻ നല്ല പാടാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കണം, നന്നായിട്ട് വേവണം. എന്നാലേ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വയറിന് പെയിനൊക്കെ വരും. വേവാത്തൊക്കെ ചോറ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് വെന്ത ചോറാണ് രണ്ടുപേർക്ക് കൊടുക്കുന്നത്. അങ്ങനെ അരിയൊക്കെ ഊറ്റി എനിക്ക് ഇച്ചിരി ടാസ്ക്കായിട്ടുള്ള പണി ഇതാണ്ടാണ് കേട്ടോ, ഇങ്ങനെ അരി ഊറ്റുന്നതേ. കാരണം ചൂടുവെള്ളമൊക്കെ വീഴുമെന്നൊക്കെ ഒരു പേടിയൊക്കെയാണ്. അത് ആ ഒരു മേഖലയിൽ എനിക്ക് ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടേ ചൂടുവെള്ളമൊക്കെ അനത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം ഡിലേ ആവുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അടുപ്പിൽ വേവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ പിടിക്കും. നമുക്ക് ചോറൊക്കെ വെന്ത് കിട്ടാനൊക്കെ കുറച്ച് താമസം പിടിച്ചു. കാരണം ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വരുന്നതേ. ചേട്ടനായിക്കോട്ടെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടും നമ്മളിപ്പം മക്കൾ ഉറങ്ങുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഉറക്കം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ചില ദിവസം നേരത്തെ തന്നെ ഉറങ്ങും. ഞാൻ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും രണ്ടുപേരും അടുക്കളയിലേക്ക് കുറച്ച് നേരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളയിൽ വന്ന് പാത്രമൊക്കെ വാരി താഴെയൊക്കെ ഇട്ട് കുറച്ച് നേരം കളിച്ചു. ആ ഒരു സമയത്ത് ഞാൻ പോയി കുറച്ചുകൂടെ ക്ലീനൊക്കെ ചെയ്തിടാനുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് അടുപ്പിൻ്റെ ഭാഗമൊക്കെ ചാമ്പലും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടു. അപ്പോഴേക്കും ചൂടുവെള്ളമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രണ്ടുപേരും പറക്കിയിട്ട പാത്രങ്ങളെല്ലാം അതേ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. പിന്നെ ആദ്യം ഒരു വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന വലിയ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. ഈ തലയൊക്കെ ചിലപ്പോൾ എടുത്ത് കളിയുന്ന സമയത്ത് തലയൊക്കെ കയറിപ്പോയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കും. എപ്പോഴും വലിയ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് വീണ്ടും ഹാളിലേക്കൊക്കെ വന്നു. പിന്നെ ഞാൻ അവർ കിടത്തി ഉറക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്തിടുകയും പായെല്ലാം വൃത്തിയാക്കി തട്ടിക്കുടഞ്ഞിടുകയും പിന്നെ അച്ഛൻ്റെ ബെഡ് അവിടെയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബിസ്ക്കറ്റ് തന്നെ കൊടുക്കുന്നതിന് ഒരിടത്തിരുന്ന് കഴിക്കില്ലല്ലോ, ഇങ്ങനെ കൊണ്ട് കിടന്നല്ലേ കഴിക്കുന്നത് കൈ വെച്ച് വെച്ച്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും ഈ പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാ റൂമിലും അവിടെ ഇവിടെയൊക്കെ കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറുമ്പ് നല്ല രീതിയിൽ കാണും. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ നെയ്യുറുമ്പൊക്കെ കാണും കടിക്കുന്നത്. അതൊക്കെ ഈ കടിക്കുകയൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നാലും അവരെപ്പോഴും അവർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കരയാതിരിക്കാനും അവരുടെ കൈ കുറച്ച് കഴിക്കണമെന്നൊന്നുമില്ല. അവരിങ്ങനെ കുറച്ച് നേരം അതൊക്കെ കൈ കിട്ടുമ്പോൾ അതൊക്കെ കുറച്ച് സമയം ഇരിക്കും. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ച് തൂത്തൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരം അപ്പൂപ്പനുമായിട്ട് നടത്തി പരിശീലിപ്പിക്കുന്ന ഒരു കുറച്ച് സമയം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പൂപ്പൻ്റെ കൈ കയറി ഇങ്ങനെ നടന്നൊക്കെ വരികയാണ്, നടത്തി ശീലിപ്പിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ പോയി നിൽക്കും. ഈ അപ്പൂപ്പൻ്റെ കൈ ഇങ്ങനെ ഇരുന്ന് തുള്ളാനും ചാടാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം ഒരാളിങ്ങനെ നടത്തി അടുത്തേക്ക് കൊണ്ടുവന്നു പാപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആൾ. അപ്പം അടുത്ത ആൾ ഇതുപോലെ ഇറങ്ങി ചെല്ലും കേട്ടോ, എന്നെ കൂടി നടത്തിക്കുക. ആ ഒരു രീതി അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ പിച്ച വെച്ചൊക്കെ നടത്തി ഇരിക്കും കേട്ടോ. അങ്ങനെ അച്ഛൻ വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഇത് കണക്ക് അച്ഛൻ്റെ അടുത്ത് കുറേ നേരം പോയിരിക്കും. പിന്നെ വരുന്ന സമയത്തും അവരുടെ പാത്രം തപ്പുകയും എടുക്കുകയൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. രണ്ടുപേർക്കും അറിയാം സ്നാക്സ് പാപ്പം കയ്യിൽ കാണും. അതിപ്പോൾ എന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ വീണ്ടും വന്ന് നിൽക്കുകയാണ് അടുത്ത ആൾ കേട്ടോ. എന്നെ മറ്റേ കുഞ്ഞാറ്റപ്പെണ്ണെ എടുത്തു, എന്നെ കൂടി എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ആളെ അതുപോലെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ അങ്ങനെ ഇവർ അങ്ങനെ തന്നെയാണ്. ഒരാൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ ഇവർക്ക് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ തിരിച്ച് അതുപോലെ നടത്തിക്കൊണ്ട് വരികയാണ്. രണ്ടുപേരും ഇട്ടിരിക്കുന്ന ഡൈപ്പർ ക്ലോത്ത് തന്നെയാണ് കേട്ടോ. അതായത് നമുക്കിപ്പം മോഷണം കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡൈപ്പർ ക്ലോത്ത് ഞാൻ പറയാമല്ലോ, ഞാൻ പാമ്പേഴ്സ് വയ്ക്കും. അതുപോലെ തന്നെ ഡൈപ്പർ ക്ലോത്ത് എല്ലാം തന്നെ വയ്ക്കാറുണ്ട്. പിന്നെ ഡൈപ്പർ ഫ്രീ ടൈം എല്ലാം കൊടുക്കും.
നമ്മളിപ്പം വെക്കുന്ന കാര്യം ഇല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം 2 കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും തന്നെ യൂസ് ചെയ്യാതെ ഹാൻഡിൽ ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ക്ലീൻ ചെയ്തും വൃത്തിയാക്കി അങ്ങനെ ഇരിക്കണം. കാരണം ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരുമ്പോഴേക്കും ഇപ്പം നമുക്കിപ്പം കണ്ടിന്യൂസ് ആയിട്ട് സാധാ ഒന്നും തന്നെ വെക്കാതിരിക്കുകയാണെങ്കിൽ ഒരാളുടെ മോഷണമൊക്കെ പോകുന്ന സമയത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആളെ വെച്ചിട്ട് പോവുകയും വരികയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പറയാൻ എളുപ്പമായിരിക്കും, പക്ഷെ പ്രാവർത്തികമാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 2 പേർക്കും കുറുക്കൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ 2 പേരെ നന്നായിട്ട് എണ്ണയ്ക്കിട്ട് ദേഹത്തൊക്കെ എണ്ണയ്ക്കിട്ട് നന്നായി ചൂടുവെള്ളമൊക്കെ ഇരിക്കുവാണെങ്കിൽ അത്രയ്ക്കൊന്നും കരയാറൊന്നുമില്ല. അതൊക്കെ കുളിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കരയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് പൂരമ്പോഴും ഇടുമ്പോഴും എല്ലാം വാശിയാണ് കേട്ടോ. അങ്ങനെ 2 പേരെയും സുന്ദരി കുട്ടികളാക്കി വിറ്റാമിൻ D3 മരുന്നൊക്കെ കൊടുത്ത് തലയൊക്കെ ചീപ്പി കുറച്ച് സമയം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരത്തെ നിർബന്ധമാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു കരച്ചിലും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നേരെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഉറക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് താഴെ കിടന്ന് ഉരുളുകയും ചാടുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ വന്ന് അടുത്ത് കിടക്കാൻ വേണ്ടി അപ്പോഴേ ചെന്ന് അങ്ങനെ ഉറക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അവരുടെ ഡയപ്പർ ക്ലോത്ത്സൊക്കെ ഓൾറെഡി കഴുകാൻ വേണ്ടി വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ കുറേ നേരം അങ്ങനെ വെച്ച ശേഷം യൂറിനൊക്കെ പോയ ശേഷം അതിനകത്ത് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഉണക്കാൻ വേണ്ടി ഇടണം. പിന്നെ ഈ ഡയപ്പർ ക്ലോത്ത്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് അധികം നേരം ഇരിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം സ്പ്രെഡൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ ഇതുപോലെ കഴുകാനും എടുക്കാനൊക്കെ സമയം വേണ്ടി വരും. അങ്ങനെ 2 പേരെയും കൊണ്ടുവന്ന് ഉറക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ്. പറഞ്ഞില്ലേ ഒരു പിടിവാശിയും കാര്യങ്ങളും. അവർ 2 പേരും ഉറക്കിയ ശേഷം ഞാൻ വന്ന് കുളിച്ച് റെഡിയായി വീണ്ടും അവരടുത്തേക്ക് പോയി പിരിയം എഴുതാൻ വേണ്ടിയിട്ടേ. പെട്ടെന്ന് വന്ന് പിരിയമൊക്കെ അങ്ങനെ എഴുതിയൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടികളാക്കി ഉറക്കാൻ വേണ്ടിയിട്ട് കിടക്കണം. 2 പേരും നല്ല ഉറക്കത്തിലാണ്. തലയൊക്കെ കഴുകിയെടുക്കുന്നതിൻ്റെ നല്ല നീണ്ടൊരു ഉറക്കമായിരിക്കും.